ഇന്നിപ്പോൾ തേക്കിൻകാട് മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വന്ന സ്ഥലത്ത് വെള്ളം തളിക്കാൻ കോൺഗ്രസ്സുകാർ വന്നു. ചാണകവെള്ളം തളിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സാധാരണ പറയുന്നത് എന്താണ്, അതിൻ്റെ ഒരു പ്രതീകം എന്താണ്? നരേന്ദ്രമോദിജിയെ പ്രധാനമന്ത്രിയായി അംഗീകരിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാരുടെ വരണ്യ മനസ്സ് ഒരിക്കലും തയ്യാറായിട്ടില്ല. നരേന്ദ്രമോദിജി ഒരു പിന്നോക്ക ജാതിക്കാരനാണ്, ഒരു പാവപ്പെട്ടവൻ്റെ മകനാണ്, ഒരു ചായ വിറ്റ് നടന്ന ഒരാളുടെ മകനാണ്. അങ്ങനെയുള്ള ഒരാൾ പ്രധാനമന്ത്രിയായി എന്നുള്ളത് അംഗീകരിക്കാൻ കോൺഗ്രസിൻ്റെ വരണ്യ നേതൃത്വത്തിന് ഇന്ത്യയിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നരേന്ദ്രമോദിയുടെ ജാതീയമായി, സാമൂഹ്യമായി, സാമ്പത്തികമായി അദ്ദേഹം ഒരു പിന്നോക്കക്കാരനായതുകൊണ്ട് അദ്ദേഹത്തെ ഇത്തരം സ്ഥലങ്ങളിലൊന്നും, വടക്കുന്നാഥൻ്റെ മണ്ണിൽ എങ്ങനെയാണ് ഒരു താണജാതിക്കാരൻ പ്രവേശിക്കുക എന്നുള്ളൊരു മനസ്സാണ് കോൺഗ്രസിനുള്ളത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതേ അനുഭവം നമ്മുടെ ആദരണീയനായിട്ടുള്ള ഉപരാഷ്ട്രപതിക്കുണ്ടായി. ഒരു താഴ്ന്ന ജാതിക്കാരനെ അധിക്ഷേപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ഷെയ്മിങ് അത് വീഡിയോയിലെടുത്ത് രാഹുൽ ഗാന്ധി തന്നെ പ്രചരിപ്പിക്കുന്നത് നാം കണ്ടതാണ്. ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്ത വിഷയമാണ്. കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു വിഷയമാണ്. നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർജിയെ ജാതീയമായി അധിക്ഷേപിക്കുന്ന, അദ്ദേഹത്തിനെതിരെ ബോഡി ഷെയ്മിങ് നടത്താൻ രാഹുൽ ഗാന്ധി തന്നെയാണ് നേരിട്ടിറങ്ങിയത്. നമ്മുടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടിയ ദ്രൗപദി മുർമുവിനെതിരെ പരസ്യമായി ജാതീയമായ ആക്ഷേപം കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാർ നടത്തി. കോൺഗ്രസിൻ്റെ ഈ വരണ്യ മനസ്സ് പിന്നോക്ക ജാതിക്കാർക്കും ദുർബല ജനവിഭാഗങ്ങൾക്കും രാജ്യത്ത് അധികാരം ലഭിക്കുമ്പോൾ അതിനോടുള്ള അസഹിഷ്ണുത കോൺഗ്രസ് ശക്തമായിട്ട് പ്രകടിപ്പിക്കും. ഇന്നിപ്പോൾ വടക്കുന്നാഥനിൽ കണ്ടതും മറിച്ചൊന്നുമല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തോട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവർക്ക് വിയോജിക്കാം. അദ്ദേഹം ഒരു പ്രതിഷേധ സമരത്തിനല്ല ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹം ഈ നാട്ടിലെ സഹോദരിമാരെ കാണാനാണ് വന്നിരിക്കുന്നത്. അത്രയും മഹത്തായിട്ടുള്ള ഒരു പരിപാടി, ഹൃദയസ്പർശിയായ ഒരു ചടങ്ങ്. ആ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചുപോയ ഉടനെ വേദിയിൽ വെള്ളം തളിക്കുക എന്ന് പറഞ്ഞാൽ ആ മനസ്സിന് എന്താണ് പറയേണ്ടത്? കാരണം മറ്റൊന്നുമല്ല, രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ഉള്ളിലുള്ള വരേണ്യ മനോഭാവമാണ്. ഒരു പിന്നോക്കക്കാരൻ, ഒരു ചായക്കടക്കാരൻ്റെ മകൻ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിൽ അന്നു മുതൽ സഹിക്കാത്തവരാണ്. ഒരു പിന്നോക്കക്കാരി, ഒരു മണ്ണിൻ്റെ മകൾ രാഷ്ട്രപതിയായത് അന്നു മുതൽ സഹിക്കാത്തതാണ്. തികച്ചും പിന്നോക്കക്കാരനായ ഒരാൾ ഉപരാഷ്ട്രപതിയായി അധികാരത്തിലിരിക്കുന്നത് സഹിക്കാത്തതാണ്. ആ ഒരു മനോഭാവമാണ് ഇന്ന് ഞങ്ങൾ തൃശ്ശൂരിൽ കണ്ടത്. ഒരു തരത്തിലും ഇത് വെച്ച് പൊറപ്പിക്കില്ല.